പാഠം 674. ഒരു പരസഹായത്തിന്റെ കഥ. പ്രതികളെ വെറുതെ വിട്ടു. കുപ്രസിദ്ധമായ മൊയ്തീൻ വധക്കേസിലെ 4 പ്രതികളെയും കോടതി കുറ്റക്കാരല്ല എന്ന് കണ്ട് വെറുതെ വിട്ടു. പ്രതികൾക്കെതിരെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകൾ അപര്യാപ്തമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സെഷൻസ് കോടതി പ്രതികളെ വെറുതെ വിട്ടത്. തെളിവുണ്ടായിട്ട് എന്താ കാര്യം? കേസ് കോടതിയിൽ വരുമ്പോ എന്ത് കള്ളം പറഞ്ഞും പ്രതികളെ രക്ഷിക്കാൻ മെനക്കെട്ട് നിൽക്കുന്ന കുറെ വാക്യാലന്മാരുണ്ടല്ലോ. മോഹനേട്ടാ, ഒരു കാര്യം അറിഞ്ഞോ? ഒരു കാര്യം അറിഞ്ഞു. മൊയ്തീൻ വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടുവന്നു. ഇത് അതിലും വലിയ കേസാ മോഹനേട്ടാ. മോഹനേട്ടൻ കേട്ടിട്ടില്ലേ പ്രകാശ വധക്കേസ്? ആ കേസിലെ 2 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തില്ലായിരുന്നോ? ആ പ്രതികൾക്ക് വേണ്ടി സെഷൻസിൽ വാദിക്കാൻ പോകുന്ന ആരാണെന്നറിയാമോ? അറിയില്ല. എന്നാ പറയാം, വിദ്യാലക്ഷ്മി. ഇതുപോലൊരു കേസ് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു വക്കീലിന്റെ ഭാഗ്യല്ലേ. ഈ കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പറ്റിയ പിന്നെ വിദ്യ ആരാ? കൊള്ളാം. ഒരു മനുഷ്യനെ വെട്ടിക്കൊന്ന കേസിൽ 2 പ്രതികൾ. അവരെ പോലീസ് കഷ്ടപ്പെട്ട് അന്വേഷിച്ചു കണ്ടെത്തി. അതൊന്നും വലിയ കാര്യമായി നിനക്ക് തോന്നിയില്ല. പകരം ആ പ്രതികളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ നോക്കുന്ന വിദ്യാലക്ഷ്മിയാണ് നിനക്ക് വലുത്. മോഹനേട്ടാ, പ്രതിയുടെ വക്കീലിനെ ചൊല്ലി പ്രതിയെ കേസിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിന്റെ തെറ്റാവുക? വിദ്യാലക്ഷ്മി ഒരു വക്കീൽ മാത്രമല്ല, മനുഷ്യ സ്ത്രീ കൂടിയാണ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ കൊല്ലുമ്പോ കൊന്ന മനുഷ്യനെ ന്യായീകരിക്കാൻ വേറൊരു മനുഷ്യന് എങ്ങനെ പറ്റും? മനുഷ്യത്വമുള്ളവർക്ക് അത് പറ്റില്ല. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിലേ വക്കീലന്മാർക്ക് ഒരു ജോലി ഉണ്ടാവില്ല. മോഹനേട്ടൻ പറയുന്ന പോലെ ആണെങ്കിൽ കോടതിയുടെ ആവശ്യം ഉണ്ടാവുന്നില്ല. പോലീസ് പ്രതിയെ പിടിക്കുന്നു, അപ്പൊ തന്നെ തൂക്കിക്കൊല്ലുന്നു. അയ്യടാ, എന്ത് രസമായിരിക്കും. മോഹനേട്ടാ, ഒരാളെ പോലീസ് പിടിച്ചതുകൊണ്ട് അയാൾ കുറ്റക്കാരനാവുന്നില്ല. അയാൾ കുറ്റക്കാരനാണ് എന്ന് സംശയമില്ലാതെ തെളിയിക്കാൻ പറ്റണം. അതിനാണ് കോടതിയും വക്കീലന്മാരും ഒക്കെ. ഞാൻ പറയാൻ വന്ന ഇതൊന്നുമല്ല. വിദ്യാലക്ഷ്മിക്ക് ആ കേസ് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാമോ? അറിയില്ല. പറയാം. വിദ്യാലക്ഷ്മിയുടെ ഭർത്താവ് സുനിൽ സാറിന് പരിചയമുള്ള ആളുകളാണ് ഈ കേസിലെ പ്രതികള്. സുനിൽ സാറ് ആ പരിചയം ഉപയോഗിച്ച് വിദ്യ കേസ് പിടിച്ചു കൊടുത്തു. എനിക്കുണ്ടൊരു ഭർത്താവ് പറയുമ്പോ വലിയ പ്രമാണിയാണ്. പക്ഷെ കൊലക്കേസ് പോയിട്ട് ഒരു മുച്ചീട്ടുകളി കേസ് പോലും ഇതുവരെ എനിക്ക് പിടിച്ചു തന്നിട്ടില്ല. ഭർത്താവ് വന്നിരിക്കുന്നു. നീ എന്നെ പറ്റി എന്താ കരുതിയത്? ഞാൻ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണ്. കള്ളന്മാർക്കും കൊലപാതകൾക്കും വേണ്ടി കേസ് വാദിക്കുന്ന ഒരു സാധാ വക്കീലിന് വേണ്ടി കേസ് പിടിച്ചു കൊടുക്കാനല്ല എന്റെ ജോലി. വേറെ വക്കീലന്മാരുടെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, സ്വന്തം ഭാര്യയുടെ കാര്യമല്ലേ. മോഹനേട്ടൻ നാട്ടുകാര് ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസർ മാത്രമല്ല, ഒരു ഭർത്താവും കൂടിയാ. ഭാര്യ അവരുടെ ജോലിയിൽ സഹായിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ കടമയാണ്. ഒരിക്കലും വരാം. ആഫീസ് കാര്യം വേറെ, വീട്ടുകാര്യം വേറെ. എന്റെ ഏതെങ്കിലും ആഫീസ് കാര്യത്തിൽ ഞാൻ നിന്റെ സഹായം ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അത് വേണ്ടി വരുന്നില്ലല്ലോ. മോഹനേട്ടൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ. അപ്പൊ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും മോഹനേട്ടൻ ശമ്പളം കിട്ടും. അടുത്ത ഒരു കൊല്ലം ഈ വില്ലേജിൽ ആരും കരവടയ്ക്കാതിരുന്നാലും മോഹനേട്ടൻ എന്താണ്, ഒരു കുഴപ്പമില്ല. ഈ സർക്കാർ ഉദ്യോഗം എന്ന് പറയുന്നത് കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി എന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ എന്റെ കാര്യം എങ്ങനെയാണോ? ഞാൻ കേസ് കണ്ടെത്തി അത് പഠിച്ച് എന്റെ ബുദ്ധി ഉപയോഗിച്ച് വാദിക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്നെ ഒന്ന് സഹായിക്കാന്നുള്ളത് മോഹനേട്ടന്റെ ജോലിയല്ലേ? അല്ല. നിന്നോട് വക്കീലാവാനോ കേസ് കണ്ടുപിടിക്കാനോ അത് പഠിക്കാനോ ബുദ്ധി ഉപയോഗിച്ച് വാദിച്ച് ജയിക്കാനോ തോൽക്കാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടത്തിലുള്ള പണിയാ. അതിന് എന്റെ സഹായം ചോദിക്കുന്ന പോലെ ശരിയല്ല. അപ്പൊ വിദ്യാലക്ഷ്മി അവളുടെ ഭർത്താവ് സഹായിക്കുന്നു? അയാൾക്ക് വലിയ ഉദ്യോഗമൊക്കെ ഉണ്ട്, മോഹനേട്ടനെക്കാളും ശമ്പളവും ഉണ്ട്. എന്നിട്ടും അയാളെ വിദ്യ സഹായിക്കുന്നില്ലേ? അയാൾ അങ്ങനെ ചെയ്യും. എന്തുകൊണ്ടാ? ഒന്നാമത് അയാൾക്ക് കാശിനോട് വലിയ ആർത്തിയാ. അതുകൊണ്ടാണല്ലോ കോടതിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന് പുറമെ സ്വകാര്യ ട്യൂഷൻ നടത്തി പിന്നെയും കാശുണ്ടാക്കുന്നത്. അപ്പോ ഭാര്യ കേസ് വായിച്ചുണ്ടാക്കുന്ന കാശും കിട്ടണമെന്ന് അയാൾ ആഗ്രഹിക്കും. രണ്ടാമത് അയാളുടെ സ്വഭാവം മോശമായതുകൊണ്ടാണ്
കള്ളന്മാരും പിടിച്ചുപറിക്കാരുമായിട്ടൊക്കെ അയാൾക്ക് വളരെയധികം അടുത്ത ബന്ധമുള്ളത്. അപ്പൊ ധാരാളം കേസ് ഉണ്ടാവുകയും ചെയ്യും. എന്റെ കാര്യം അങ്ങനെയല്ല. ഒന്നാമതായി എനിക്ക് പണത്തോട് ആർത്തിയില്ല. നിന്റെ ഫീസ് കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടുന്നത് കൊണ്ട് മാന്യമായി, വളരെ മാന്യമായി ജീവിക്കാൻ എനിക്ക് പറ്റും. രണ്ടാമതായി എനിക്ക് കള്ളന്മാരെയും തട്ടിപ്പുകാരെയും അറിയില്ല. കാരണം ഞാൻ മാന്യനും സത്യസന്ധനുമായ ഒരു വില്ലേജ് ഓഫീസർ. വക്കീലേ, എന്ത്? ഇപ്പി പറഞ്ഞതിനെല്ലാം എന്റെ മറുപടി ഉണ്ട്. ഉത്തമനോട് സംസാരിച്ചതിന് ശേഷം ഞാനത് പറയാം. നമസ്കാരം വക്കീലേ. നമസ്കാരം. പിന്നെ നമ്മുടെ സുരേന്ദ്രന്റെ കേസിന്റെ കാര്യം തിരക്കാൻ വേണ്ടി വന്നതാണ്. അടുത്ത ആഴ്ചയുടെ കേസിന്റെ അവധി എന്ന് വക്കീൽ അന്ന് പറഞ്ഞായിരുന്നു. അതെ, അടുത്ത ബുധനാഴ്ചയാണ് കേസ്. എതിർകക്ഷിക്ക് ഞാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവർ അടുത്ത ബുധനാഴ്ച വന്നില്ലെങ്കിൽ ഒരവധി കൂടി കൊടുക്കും. അന്നോ അവര് വന്നില്ലെങ്കിൽ എസ് പാർട്ടി വിധി ഉണ്ടാവും. അല്ല, അവരങ്ങനെ വരാതിരിക്കൂ? അതറിഞ്ഞൂടാ. അയ്യോ, നമസ്കാരം സാർ. ഉത്തമ, ഈ സുരേന്ദ്രന്റെ കേസ് എനിക്ക് പിടിച്ചെന്നാരാ? അതിന് നമ്മൾ തമ്മിലുള്ള വ്യവസ്ഥ എന്തായിരുന്നു? വക്കീൽ ഫീസായി ചെലവ് കഴിച്ച് കിട്ടുന്ന കാശിന്റെ 10% എനിക്ക് തരാമെന്ന് വക്കീൽ പറഞ്ഞു. ഇതിനു മുന്നേ ഉത്തമൻ എനിക്ക് എത്ര കേസ് പിടിച്ചു തന്നിട്ടുണ്ട്? അമ്പോ, അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാ കൊറേ കേസ് ഞാൻ പിടിച്ചു തന്നിട്ടില്ലേ? അതാണ് കാര്യം. വെറും 4-5 വർഷത്തെ പരിചയം മാത്രമുള്ള ഉത്തമൻ എനിക്ക് എത്രയോ കേസുകൾ പിടിച്ചു തന്നിരിക്കുന്നു. ആരെങ്കിലും ഒരാൾ ഒരു വക്കീലിനെ വേണമല്ലോ ഉത്തമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തമൻ ആദ്യം ആരുടെ കാര്യം ഓർക്കുക? ഈ നിൽക്കുന്ന വക്കീലിനെ. അയ്യോ വക്കീൽ, അത് അങ്ങനെയല്ലേ വരൂ. നമുക്ക് സ്വന്തമായിട്ടൊരു വക്കീലുള്ളപ്പോ ഏത് കേസ് വന്നാലും ഞാനത് സത്യമായ വക്കീലിനല്ലേ പിടിച്ചു തരുള്ളൂ. ഉത്തമ, ഞാൻ പറഞ്ഞു വന്നത് ഈ വീട്ടിലെ വേറൊരു മാന്യനെ പറ്റിയാണ്. കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലത്തിനിടയിലെ ഒരു കേസ് വലിയ കൊലക്കേസൊന്നും വേണ്ട, ഒരു പോക്കറ്റടി കേസ് പോലും പിടിച്ചേരാൻ എന്റെ മോഹനേട്ടനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഉത്തമൻ കേസ് പിടിച്ചു തരുന്നത് നിന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. നീ കൊടുക്കുന്ന കമ്മീഷൻ ഓർത്തിട്ടാ. വേറൊരു വക്കീല് കുറെ കൂടി കൂടുതൽ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ നിന്ന നിപ്പിലും മലക്കം പറയുന്ന ആളാണ് ഈ ഉത്തമൻ. സാറേ അങ്ങനെ പറയല്ലേ. നമുക്ക് കാശ് മാത്രമല്ലല്ലോ കാര്യം, ഈ ആളുകൾ തമ്മിലുള്ള ബന്ധം കൂടെ ഉണ്ടല്ലോ. ഇപ്പൊ ഉത്തമൻ എനിക്ക് പിടിച്ചെന്ന ഈ സുരേന്ദ്രന്റെ കേസ്, സുരേന്ദ്രന്റെ വകയിൽ ഒരു ബന്ധുവാണല്ലോ അഡ്വക്കേറ്റ് പ്രഭാകരൻ. എന്നിട്ടും സുരേന്ദ്രൻ ആ കേസ് പ്രഭാകരൻ വക്കീലിന് കൊടുത്തില്ല. എന്തുകൊണ്ടാ? ഉത്തമന്റെ സാമർഥ്യം കൊണ്ട്. സാറേ, ഈ പറഞ്ഞത് വാസ്തവാണ്. ആദ്യം സുരേന്ദ്രൻ സമ്മതിച്ചില്ല, പിന്നെ ഞാൻ നിർബന്ധിച്ച് സമ്മതിപ്പിക്കായിരുന്നു. ഉത്തമ വിചാരിച്ച അങ്ങനെ പലതും നടക്കും. പക്ഷെ അതുപോലെയാണോ മോഹനേട്ടന്റെ കാര്യം? മോഹനേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എനിക്കൊരു കേസും തരൂല്ല. ഇനിയിപ്പോ സ്വന്തം ഇഷ്ടപ്രകാരം ആരെങ്കിലും എനിക്കൊരു കേസ് തരാന്ന് വെച്ചാൽ പോലും മോഹനേട്ടൻ ഇടപെട്ടതിന്റെ പേരിൽ ആ കേസിലേതാവും. ഉത്തമ, സുരേന്ദ്രൻ അടുത്ത ബുധനാഴ്ച കോടതിയിലേക്ക് വരാൻ പറ. ശരി. എന്നാ പിന്നെ ഞാൻ വരട്ടെ സാറേ. അയ്യോ, വക്കീല് പറഞ്ഞതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ലേ സാറേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ശരിയാക്കി തരാം. അഹങ്കാരി. അങ്ങാടി തോറ്റേനെ അമ്മയുടെ നെഞ്ചത്ത്. ഇതെന്തോന്ന് ന്യായം? നീ എന്താ പറഞ്ഞത്? ഞാൻ വിചാരിച്ചാലൊന്നും നടക്കില്ല, ഒരു കേസ് പോലും പിടിച്ചു തരാൻ എനിക്ക് പറ്റില്ല എന്നോ? ആര് പറഞ്ഞു? ഞാൻ വിചാരിച്ചാൽ എനിക്ക് എത്ര കേസ് വേണമെങ്കിലും പിടിച്ചു തരാൻ പറ്റും. പക്ഷേ ഞാൻ വിചാരിക്കില്ല. കാരണം അങ്ങനെ ഞാൻ പിടിച്ചു തരുന്ന കേസ് വാദിച്ച് നീ വലിയ ആളാവും. പക്ഷേ അതിന്റെ ബഹുമാനവും സ്നേഹവും നീ എന്നോട് കാണിക്കില്ല. കൂടുതൽ കേസ് കിട്ടുമ്പോ നിനക്ക് കൂടുതൽ ഫീസ് കിട്ടും. അപ്പൊ നീ കൂടുതൽ 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 അഹങ്കാരിയാവും. അതോർത്തിട്ടാണ് ഞാൻ ഒരു കേസ് പിടിച്ചേരാത്തത്. പച്ചക്കള്ളം. ഞാൻ വാദിക്കുന്ന കേസിൽ എനിക്ക് കിട്ടുന്ന ഫീസ് മുഴുവനും ഞാൻ മോഹനേട്ടനെയാണ് കൊണ്ടുനയിപ്പിക്കുന്നത്. അങ്ങനെ പൈസ കിട്ടുന്നത് മോഹനേട്ടന് വലിയ ഇഷ്ടമാണ് താനും. അങ്ങനെയുള്ള മോഹനേട്ടൻ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ എനിക്കൊരു കേസ് പിടിച്ചു തരാനല്ലേ നോക്കൂ. കേസ് പിടിച്ചു തരണമെന്നൊക്കെ എന്റെ മോഹനേട്ടന് ആഗ്രഹമുണ്ട്. പക്ഷേ മോഹനേട്ടൻ പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. വില്ലേജ് ഓഫീസിൽ ഓരോരോ ആവശ്യത്തിന് വരുന്നവർ അവരുടെ ഗതികേട് കൊണ്ടാണ് മോഹനേട്ടൻ വലിയ ആളാണെന്ന് പറയുന്നത്. പക്ഷെ അതൊന്നും അവർ സത്യസന്ധമായിട്ട് പറയുന്നതല്ല മോഹനേട്ടാ. അതുകൊണ്ട് എനിക്കൊരു കേസ് തരുന്ന കാര്യം മോഹനേട്ടൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊഴിഞ്ഞു കളയും. ഞാൻ
ഞാൻ പറഞ്ഞത് സത്യമല്ലെന്ന് മോഹനേട്ടൻ തെളിയിക്ക്. മോഹനേട്ടന്റെ സ്വാധീനത്തിൽ എനിക്ക് കൊള്ളാവുന്ന ഒരു കേസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനിതാ ഇങ്ങനെ 100 ഏത്ത വിട്ടോളാം. ഉറപ്പാണോ? ഒരു സംശയം വേണ്ട. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ മോഹനേട്ടൻ എനിക്ക് ഒരു കേസ് പിടിച്ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മോഹനേട്ടൻ പറയുന്ന അത്രയും ഏത്തുവിട്ടിരിക്കും. എങ്കിൽ പിന്നെ താമസിക്കണ്ട, ഇന്ന് തന്നെ ഏത്തോടെ തയ്യാറായിക്കോ. ഈ മോഹനകൃഷ്ണൻ ആരാണെന്നും ഈ നാട്ടിൽ എനിക്ക് എന്താ വിലയെന്നും ഇന്ന് നീ അറിയും. നമസ്കാരം സാർ. നമസ്കാരം. വക്കീലുണ്ടോ വീട്ടിൽ? ഉണ്ടെങ്കിൽ ഒരു കേസിന്റെ കാര്യം പറയാനാ. കേസിന്റെ കാര്യം വക്കീൽ ഓഫീസിൽ പോയി പറയണം. എന്റെ വീട്ടിൽ ഇത്തരം കേസുകളുടെ ചർച്ചകൾ പാടില്ല. മനസ്സിലായല്ലോ? വിജയ, വിജയ നിക്ക്. ഒരു കാര്യം ചെയ്യാം. കേസിന്റെ കാര്യം ഞാൻ ഭാമയോട് സംസാരിച്ചോളാം. വിജയൻ നേരിട്ട് ചിലപ്പോൾ കേസ് ഏറ്റെടുത്തില്ലെങ്കിലോ? അതെന്താ ഏക്കാത്ത? ഈയിടെയായി അവൾ എല്ലാ കേസും അങ്ങനെ ഏറ്റെടുക്കാറില്ല. വലിയ വലിയ കേസുകളെ ഏക്കും. പക്ഷെ ഞാൻ പറഞ്ഞാൽ ഏത് കേസ് വേണമെങ്കിലും ഏക്കും. അതുകൊണ്ട് വിജയന്റെ കേസിന്റെ കാര്യം സാറ് പറഞ്ഞോളാം. വലിയ ഉപകാരം സാർ. ഈ കേസിന്റെ കാര്യം എങ്ങനെ ഞാൻ വക്കീലിനോട് പറയുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്താണ് കേസ്? ഒരു പെൺകൊച്ചിനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയെന്നാ കേസ്. കണ്ടപ്പോ ഇഷ്ടം തോന്നി. അവൾ എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു. അപ്പൊ ആരായാലും പിന്നാലെ പോയില്ലേ സാർ. അവൾ ആങ്ങളുണ്ടാക്കിയ പ്രശ്നമായത്. അവൻ പോലീസിൽ പരാതി കൊടുത്തു. ഈ കേസാണോ എന്റെ ഭാര്യയെ കൊണ്ട് വാദിപ്പിക്കാൻ നോക്കുന്നത്? അതെ സാർ. മേലിൽ ഈ കാര്യം പറഞ്ഞ് എന്റെ വീടിനടുത്തോ ഭാമയുടെ ഓഫീസിനടുത്തോ കണ്ടാൽ വിജയനെ കാര്യം തന്നെ എടുത്തളെ. ആണ് കേട്ടവൻ. സ്ത്രീകളോട് മാന്യമായി പെരുമാറാൻ കഴിയാത്ത നീയൊക്കെ ജയിലിൽ തന്നെ പോയി കിടക്കണം. അഹങ്കാരി. ഒരു കേസ് കൊണ്ടുവന്നിരിക്കുന്നു. ശിശുപാലൻ ചേട്ടാ ഫോൺ. ഹലോ. ആ ശിവൻകുട്ടി എന്തായി? അയ്യോ അത് നടക്കില്ലേ. ഇനിയിപ്പോ എന്തായി? അതിന് മാത്രം കാശൊക്കെ ചോദിച്ചാൽ എന്തോ ചെയ്യും? ഒരു കാര്യം ചെയ്, നീ ആ സദാശിവം വക്കീലിന്റെ അടുത്തൊന്ന് പോയി നോക്ക. അയാളും ഫീസിന്റെ കാര്യത്തിൽ കത്തിയ. എന്നാലും നമ്മുടെ കാര്യം നടക്കട്ടെ. നീ പോയിട്ട് അവിടെ തന്നെ വിളിക്ക്. ഓ എന്താ ശിശുപാലൻ ചേട്ടാ കേസും വക്കീലും ഒക്കെ? എന്റെ അളിയൻ ശിവൻകുട്ടിയാ കാഞ്ചന സാറേ. അവനും വേറൊരുത്തനും തമ്മിൽ തർക്ക. സാമ്പത്തിക ഇടപെടാ. മറ്റവൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഇപ്പൊ ഇവന്റെ വസ്തു അറ്റാച്ച് ചെയ്യാൻ കോടതി ഉത്തരവായി. ഇനി വക്കീലിനെ വെച്ച് കേസ് വാദിച്ചാലേ പറ്റൂ. വക്കീലന്മാരടുത്ത് തന്ന ഒടുക്കത്തെ പീസാ. അത് പിന്നെ അങ്ങനെയല്ലേ ശിശുപാലൻ ചേട്ടാ. പണി അറിയാവുന്ന വക്കീലന്മാര് ഭയങ്കര പൈസ വാങ്ങിക്കും. പണി അറിയാത്തവരടുത്ത് പോയാ കേസ് തോക്കുകയും ചെയ്യും. എന്റെ വല്യച്ഛന്റെ മോനൊരു കേസിൽ പെട്ടിട്ട് മാസങ്ങളായി. ഇതുവരെ ഒരു നല്ല വക്കീലിനെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. തൊഴിലൊന്നുമില്ലാത്ത വക്കീലന്മാര് പുറകെ നടന്ന് കേസ് തരുമോന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവരെ ഏൽപ്പിക്കാൻ പറ്റില്ലല്ലോ. നല്ല വക്കീലന്മാരാണെങ്കിൽ ഭയങ്കര ഫീസും ചോദിക്കും. സ്വയംപ്രഭേ, ജോലി അറിയാവുന്ന ഒരു വക്കീൽ അധികം ഫീസ് വാങ്ങിയില്ല. അങ്ങനെ ഒരാളെ ഞാൻ ഏർപ്പാടാക്കി തന്നാലോ? അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ സഹായമായിരിക്കും. വലിയച്ഛന്റെ മോൻ ആകെ സങ്കടപ്പെട്ടിരിക്കുക. ഒട്ടും സങ്കടപ്പെടണ്ട. വക്കീലിനെ ഞാൻ ശരിയാക്കി തരാം. എന്താ കേസ്? അവൻ സഹകരണ ബാങ്കിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യണം. കഴിഞ്ഞ മാസം അവനെ പിരിച്ചുവിട്ടു. അതിനെ പറ്റിയുള്ള കേസാ. ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ വെറുതെ അങ്ങ് പിരിച്ചുവിടുകയോ? അത് എവിടുത്തെ ന്യായം? സ്വയംപ്രഭ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഇത്തരം അന്യായങ്ങൾക്കെതിരെ വാദിക്കാൻ പറ്റിയൊരു വക്കീലിനെ ഞാൻ തരാം. കാരണം ഇല്ലാന്ന് പറഞ്ഞൂടാ. എന്തോ അത്യാവശ്യം വന്നപ്പോ അവൻ ബാങ്കിൽ നിന്ന് ഒരു 1,00,000 രൂപ എടുത്തായിരുന്നു. അവനത് ഫണ്ട് ചെയ്യാറുണ്ടായിരുന്നു. കുറച്ചു ദിവസം കഴിയുമ്പോ ആരും അറിയാതെ അത് തിരിച്ചു വെക്കുമായിരുന്നു. ഇത്തവണ തിരിച്ചു വെക്കുന്നതിന് മുമ്പേ അവര് പിടിച്ചു. കാശ് തിരിച്ചു കൊടുത്തു. പക്ഷെ ഇനി ജോലി ഉണ്ടെന്ന് അവര് പറയണത്. അതിനെതിരെ കേസ് കൊടുത്ത ജോലി തിരിച്ചു കിട്ടുമെന്ന അവിടെ തന്നെ ജോലി ചെയ്യുന്ന ഒരാള് പറയണത്.
ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് കാശ് അടിച്ചു മാറ്റുക. നല്ല സ്വഭാവം. ഇവരെ പിരിച്ചുവിടുക മാത്രമല്ല, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക വേണം. ആ സൈസ് കേസ് വാദിക്കാൻ വേറെ ആളെ നോക്കിയാൽ മതി. ആഹാ സാർ, ആ, എന്റെ അളിയനൊരു കേസുണ്ട്. സാമ്പത്തിക ഇടപാടാ. ഒരാൾക്ക് കുറച്ച് കാശ് കൊടുക്കാനുണ്ടായിരുന്നു. അയാള് കേസ് കൊടുത്ത് ശിവൻകുട്ടിയുടെ ഭൂമി അറ്റാച്ച് ചെയ്തു. ഇനിയിപ്പോ കേസിന്റെ അവധിക്ക് ഹാജരായേ പറ്റൂ. പക്ഷേ വക്കീലന്മാർ ഭയങ്കര ഫീസാ ചോദിക്കുന്നത്. സാറ് വിചാരിച്ചാൽ നടക്കും. ശിശുപാലൻ വരൂ. സാർ വരാൻ പറഞ്ഞു. ആ, ശിശുപാലൻ അളിയന്റെ പേരെന്താണെന്നാണ് പറഞ്ഞത്? ശിവൻകുട്ടി. എന്താ അയാളുടെ കേസ്? ഞാൻ പറഞ്ഞില്ലേ സാറേ, സാമ്പത്തിക പ്രശ്ന. 2 മാസത്തിനുള്ളിൽ ശിവൻകുട്ടി മറ്റേ കാശ് കൊടുക്കും. അതുവരെ കേസൊന്ന് നീട്ടിക്കിട്ടണം. പിന്നെ തുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആവുകയും വേണം. പക്ഷെ ഓരോ വക്കീലന്മാരും ഭയങ്കര ഫീസാ ചോദിക്കുന്നത്. വക്കീലിനെ ശരിയാക്കാം. പക്ഷേ എത്ര രൂപ ഫീസ് കൊടുക്കും? അത് ന്യായമായിട്ട് ചെയ്യാം സാർ. ശരി. വൈകിട്ട് ഞാൻ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ആ കേസിന്റെ കടലാസൊക്കെ കൊണ്ടുവരും. ഈ കേസ് എന്റെ ഭാര്യ അഡ്വക്കേറ്റ് സത്യഭാമ വാദിക്കും. സത്യമാണോ സാർ? അതെ. ഞാൻ പറയുന്നതിനപ്പുറം എന്റെ ഭാര്യ സത്യഭാമ ഒന്നും ചെയ്യില്ല. പൊയ്ക്കോളൂ സാർ. അഞ്ഞൂറ്, 501. ഭാമേ, ഇന്ന് നീ ഏത്തമിട്ട് നക്ഷത്രമുണ്ട്. 1002. സാർ, ഇതെന്താ പരിപാടി? ഒന്നുമില്ല, വ്യായാമം. ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഞാനിന്നും ചെയ്യാറുണ്ട്. എന്താണ് മോഹനേട്ടാ? എനിക്ക് ചെവി കേൾക്കുമല്ലോ. പിന്നെന്തിനാ ഈ തൊള്ള തുറന്ന് വിളിക്കണേ? എന്താണ് എന്താ എനിക്ക് നോക്കണേ? എപ്പോഴാണ് നീ ഏത്തമിടുന്നത്? ഇപ്പോഴോ അതോ വക്കാലത്ത് ഒപ്പിട്ടതിന് ശേഷം? വക്കാലത്തോ? എന്ത് വക്കാലത്ത്? ഭാമേ, ഇന്ന് രാവിലെ വിദ്യാലക്ഷ്മിയുടെ ഭർത്താവ് അവൾക്ക് എന്തോ കേസ് പിടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് നീ എന്തൊരു ബഹളമായിരുന്നു. ഭർത്താക്കന്മാരായാൽ അങ്ങനെ വേണം, എന്നെ അതിനൊന്നും കൊള്ളില്ല എന്ന് നീ പറഞ്ഞില്ലേ? പറഞ്ഞു. അതൊരു സത്യമല്ലേ? അത് കഴിഞ്ഞ് ഏതോ ഒരു സുരേന്ദ്രന്റെ കേസുമായി ഉത്തമൻ വന്നപ്പോൾ ഉത്തമന്റെ മുന്നിൽ വെച്ചും നീ എന്നെ പരിഹസിച്ചു. ശരിയാണോ? പരിഹസിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞു. അതൊന്നും സത്യമായിരുന്നില്ല എന്ന് തെളിയിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. നിനക്ക് വാദിക്കാനായി ഒരൊന്നാന്തരം കേസ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ ഒരു കേസ് നിനക്ക് പിടിച്ചു തന്നാൽ ഞാൻ പറയുന്നത്ര പ്രാവശ്യം നീ ഏത്തമിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് അന്നേരത്തെ വാശിക്കാനെന്തോ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. അത് ഞാൻ മറന്നുപോയി. അങ്ങനെ മറക്കാൻ പാടില്ലല്ലോ. ഞാൻ കേസ് പിടിച്ചു തന്നാൽ നീ ഏത്തമിടാമെന്ന് പറഞ്ഞു. കേസ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഏത്തമിടുന്ന എപ്പോഴാണ് തീരുമാനിച്ചാൽ മതി. ഏത് കേസിന്റെ കാര്യം മോനോട്ടറി പറയുന്നത്? ശിശുപാലൻ അളിയൻ ശിവൻകുട്ടിയുടെ കേസ്. അയാൾ ഒരാളുമായി ഒരു സാമ്പത്തിക തർക്കം നടക്കുന്നുണ്ട്. ശിവൻകുട്ടി എതിർകക്ഷിക്ക് കാശ് കൊടുക്കാനുണ്ട്. പക്ഷേ കൊടുക്കാനുള്ളത് 4 ലക്ഷം രൂപ. എതിർകക്ഷി
ശിവൻകുട്ടി 7 ലക്ഷം രൂപ തരാനുള്ളതെന്ന് കാണിച്ച് കേസ് കൊടുത്തു. കോടതിയിൽ നിന്ന് ശിവൻകുട്ടിയുടെ ഭൂമിയുടെ മേൽ അറ്റാച്ച്മെന്റും വന്നു. 2 മാസം സമയം കിട്ടിയാൽ കൊടുക്കാനുള്ള 4 ലക്ഷം കൊടുക്കാൻ ശിവൻകുട്ടി തയ്യാറാണ്. ഇതാണ് കേസ്. എന്താ ഈ കേസിനൊരു കുഴപ്പം? കേസിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ശിവൻകുട്ടിയുടെ കേസ് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ വക്കീൽപ്പണി പോകും. അങ്ങനെ അതങ്ങനെയാ മോഹനേട്ടാ. ആ കേസ് എനിക്ക് വാദിക്കാൻ പറ്റില്ല. അളവ് ഇതളവ് ഏത്തമിടാതിരിക്കാനുള്ള അളവ്. ഏത് വക്കീലിനും ഏത് കേസും വാദിക്കാവുന്നതാണ് നിയമം. അപ്പൊ പിന്നെ നിനക്ക് ശിവൻകുട്ടിയുടെ കേസ് വാദിച്ചാൽ കുഴപ്പം? മോഹനേട്ടാ, ഏത് കേസും ഏത് വക്കീലും വാദിക്കാമെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഒരേ കേസിലെ വാദിക്കും പ്രതിക്കും വേണ്ടി ഒരേ വക്കീല് തന്നെ വാദിക്കുന്നത് ശരിയാണ്? ഇങ്ങനെ കണ്ണു മിഴിച്ച് നിൽക്കണ്ട. മോഹനേട്ടൻ പറഞ്ഞ ശിവൻകുട്ടിക്കെതിരെ കേസ് കൊടുത്ത് അറ്റാച്ച്മെന്റ് വാങ്ങിയിരിക്കുന്നത് ഉത്തമൻ കൊണ്ടുവന്ന ആ സുരേന്ദ്രനാണ്. ആ, ഞാനാണ് കേസ് വാദിച്ച് അറ്റാച്ച്മെന്റ് വാങ്ങിക്കൊടുത്തത്. പിന്നെ ഞാൻ എങ്ങനെ ഇനി ശിവൻകുട്ടിക്ക് വേണ്ടി വാദിക്കുക? എന്ത്? സുരേന്ദ്രന്റെ എതിർകക്ഷി ശിവൻകുട്ടിയാണെന്ന്? ശിവൻകുട്ടിയുടെ കേസ് ഏറ്റപ്പോ ആരാണ് എതിർകക്ഷി എന്ന് മോഹനേട്ടൻ ചോദിക്കാറുണ്ട്. എന്താ മോഹനേട്ട, രാവിലെ വെറുതെ മോഹനേട്ടൻ ഒന്ന് വാശി പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ലേ അതല്ല. അല്ലാതെ മോഹനേട്ടൻ എനിക്ക് കേസ് പിടിച്ചരലാണോ പണി? ഒരു തമാശ പറഞ്ഞപ്പോ മോഹനേട്ടൻ ചൂടായി. അപ്പൊ ഞാൻ അതിനെ ഇങ്ങ് മൂപ്പിച്ചു. അത്രയല്ലേ ഉള്ളൂ. അത് പോട്ടെ, ഞാൻ ആ പന്തയം പിൻവലിച്ചു. ഇനി മോഹനേട്ടൻ എനിക്ക് ഒരു കേസും പിടിച്ചിട്ടുണ്ട. ആ പന്തയം ഇനിയും മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പന്തയം ജയിക്കാനായി മോഹനേട്ടൻ ചിലപ്പോ ആരെയും കൊല്ലും. എന്നിട്ട് ആ കേസ് എനിക്ക് തരും. അത് ഭയങ്കര റിസ്ക് ആണ്. ഒരു ചായ കിട്ടിയില്ല. അതിന്റെ പേര് നമുക്കൊരു കേസ് കൊടുത്താലോ? ഭാര്യയ്ക്ക് കേസ് പിടിച്ചു കൊടുക്കേണ്ടത് ഭർത്താവിന്റെ ജോലിയാണോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. ഒരു കേസ് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വില്ലേജ് ഓഫീസർ ശ്രദ്ധിച്ചിരുന്നോ എന്ന ചോദ്യത്തിനാണ് കൂടുതൽ പ്രസക്തി. ആവേശത്തിനിടയിൽ അക്കാര്യം മോഹനകൃഷ്ണൻ മറന്നുപോയതാണ് പ്രശ്നമായതെന്ന് കണ്ടെത്തി ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.